2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന സത്താർ ദ്വീപുകാർ പ്രതിഷേധവുമായി എത്തി. സുനാമി ദുരിതത്തിനു ശേഷം ചിറതകർന്ന് മഴക്കാലത്തും വേനലിലും വീടുകളിൽ വരെ വെള്ളം കയറി ദുരിതമനുഭവിക്കുന്ന വടക്കേക്കര പഞ്ചായത്തിലെ സത്താർ ദ്വീപുകാർ ഒന്നടങ്കമെത്തി മുത്തകുന്നം വില്ലേജ് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. തൊഴിലാളികളും സർക്കാർ ജീവനക്കാരും അവധിയെടുത്തും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാതെയുമാണ് സമരത്തിനെത്തിയത്. സഞ്ചാരമാർഗമില്ലാത്തതിന്റെ പേരിൽ പഠനം മുടങ്ങിയ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി വീൽ ചെയറിൽ പ്രകടനത്തിന് മുന്നിൽ നീങ്ങി. അവർക്ക് ഐക്യദാർഢ്യവുമായി സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവരും എത്തി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ദ്വീപിൽ നിന്ന് തകർച്ചയിലായ പാലത്തിലൂടെ പ്രകടനവുമായാണ് എത്തിയത്. ദ്വീപിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന ദേവാലയ റക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ പഞ്ചായത്തായി കഴിഞ്ഞാലും പഞ്ചായത്തിലേക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. വളരെയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയണം. ദൈനംദിനമായി നടന്നു പോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പഞ്ചായത്തോ വില്ലേജ് ഓഫീസോ താലൂക്ക് ഓഫീസോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസോ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല, ജനങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ NMP ഉദ്ഘാടനം ചെയ്തു. KP വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സമരസമിതി കൺവീനർ KS സജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് NP ശങ്കരൻകുട്ടി, NV ശിവൻ, PB ബിനോയ്, P അശോകൻ, PC ജോയി എന്നിവർ സംസാരിച്ചു. ദ്വീപിലേക്ക് പുതിയ പാലം നിർമ്മിക്കുക, സഞ്ചാരയോഗ്യമായ റോഡ്, സംരക്ഷണ ഭിത്തി എന്നിവ ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്ലക്കാർഡുകളും എന്തിയാണ് സമരത്തിലെത്തിയത്. ആവശ്യം നേടിയെടുക്കുന്നതിന് പ്രക്ഷോഭം തുടരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പറവൂർ.